പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരാകാൻ, വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകാൻ വേണ്ടി നാളെ പുലർച്ചയ്ക്ക് ഇറങ്ങുന്ന അർജന്റീനയെ കുറിച്ചാണ്. ലയണൽ സ്കലോണിയുടെ, സാക്ഷാൽ ലയണൽ മെസ്സിയുടെയും അർജന്റീനയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻ ആവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നല്ല എന്ന് ചിലവർക്ക് തോന്നും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചിലവർ അടിച്ചവരുണ്ട്, അതേപോലെ അടിക്കാത്തവരുണ്ട്, അതേപോലെ വേൾഡ് കപ്പേ അടിക്കാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ചിലവർക്ക് അത് നല്ല രസമുള്ള പരിപാടിയായിരിക്കും, ചിലവർക്ക് അത് രസമില്ലാത്ത പരിപാടിയായിരിക്കും. ചിലവർക്ക് എന്താ പറയുക, ബാക്ക് ടു ബാക്ക് അടിച്ചിട്ടുള്ളത് ഇതുവരെ 60കളിൽ ബ്രസീലും 30കളിൽ ഇറ്റലിയുമാണ് അടിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയും ഒരു ടീമും ബാക്ക് ബാക്ക് ചാമ്പ്യന്മാരായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഫ്രാൻസ് ഫൈനൽ വരെ എത്തി, പക്ഷേ ഫൈനലിൽ ലയണൽ മെസ്സിയുടെ ആ ഒരു താളത്തിന് മുന്നിലാണ് അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്താവുകയാണ്. അങ്ങനെ സ്വർണ്ണ കിരീടം 36 വർഷങ്ങൾക്ക് ശേഷം. നീണ്ട കാത്തിരിപ്പായിരുന്നു വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള നീണ്ട കാത്തിരിപ്പ് പറഞ്ഞാൽ അത് അർജന്റീന ഫാൻസിനോട് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ. വേൾഡ് കപ്പിന് മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള മറഡോണയ്ക്ക് ശേഷമുള്ള ആ ഒരു എന്താ പറയുക, രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ്. നമ്മളൊക്കെ ജനിച്ച ശേഷം ആ ഒരു ട്രോഫി എടുക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ അർജന്റീനയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് ഉത്തരം എന്ന് ഒരു പിടിയില്ല കേട്ടോ. അതിൽ കുറെ റിക്കൽമി പറയാം, സാവിയോള പറയാം, അതേപോലെ തന്നെ ബാറ്റിസ്റ്റൂട്ട പറയാം, മറഡോണ പറയാം. അങ്ങനെ കുറെ പേരുകൾ ഉണ്ടെങ്കിലും അവസാനമായിട്ട് സാക്ഷാൽ മിശിഹ, മെസ്സി, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. പക്ഷേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഈ നീലയും വെള്ളയും ജേഴ്സി കണ്ടിട്ട് കൂടെ കൂടിയതാണ് സത്യം പറഞ്ഞാൽ. അതല്ലാതെ എനിക്ക് അർജന്റീനയെ കുറിച്ച് ഒരു കുന്തും അറിയേണ്ടതല്ല ഈ ഒരു ഫുട്ബോളിന്റെ ആ ഒരു ടീമിനെ ഇഷ്ടപ്പെടുമ്പോൾ. ചിലവരൊക്കെ കുറെ കപ്പുകൾ കണ്ടിട്ടായിരിക്കും കൂടെ കൂടിയത്. നമ്മള് ചിലവര് കളി കണ്ടിട്ടായിരിക്കും കൂടിയത്. ചിലവര് മെസ്സിയുടെ ആ ഒരു എന്താ പറയുക പ്രതിഭയുടെ കൂടെ അർജന്റീന. അപ്പൊ അതിൽ കൂടുതൽ പേരും സാക്ഷാൽ ലയണൽ മെസ്സിയുടെ പുറകിലൂടെ അർജന്റീനയിലേക്ക് വന്ന ആൾക്കാരായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അർജന്റീന എന്ന് പറയുന്ന ആ ഒരു നീലയും വെള്ളയും കുപ്പായത്തിന് അത്രമാത്രം സ്നേഹിച്ച ആരാധകർ എന്ന് പറഞ്ഞാൽ ഒരു ട്രോഫി ഇല്ലാതെ ആ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. എത്ര കാലം ട്രോളുകളും അതേപോലെ തന്നെ കളർ ടി വി വന്ന ശേഷം നിങ്ങൾ ട്രോഫി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ, അതേപോലെ നിങ്ങൾ ജനിച്ച ശേഷം ഒരു ട്രോഫി എടുത്ത് കണ്ടിട്ടുണ്ടോ, അങ്ങനത്തെ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു ഫാൻസ്. ഫുട്ബോൾ ചരിത്രത്തിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എന്താവില്ല, എന്നിട്ടും കേരളത്തിലും ലോകത്തിന്റെ അങ്ങിങ്ങോളമായിട്ട് ഇത്രമാത്രം അർജന്റീനയ്ക്ക് ഫാൻ ബേസ് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും. അതിന് ഒരുപാട് ഉത്തരങ്ങളാണ്, പല പല ഉത്തരങ്ങളായിരിക്കും വരിക. അങ്ങനെ ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്വാഡ്, ബാക്ക് ടു ബാക്ക് അടിക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടി ഒന്നുമില്ല. അത് ഒരെണ്ണം അടിക്കുന്നത് തന്നെ നല്ല മെനക്കെടുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന ഫാൻസാണ് അർജന്റീന ഫാൻസ്, അതേപോലെ തന്നെ അർജന്റീന ടീമും. എന്താന്ന് പറഞ്ഞാൽ ചിലവർക്ക് 7ഉം 8ഉം കളി ജയിച്ചിട്ട് ആ ഒരു വേൾഡ് കപ്പ് എടുക്കുക എന്ന് പറഞ്ഞ ടൂർണമെന്റിനെ കുറിച്ച് വിലയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് അടിക്കണം, അടിക്കുമ്പോഴേ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അത് അടിക്കാണ്ടിരിക്കുമ്പോൾ അതിന് ചിലപ്പോൾ വിലയൊന്നും ഉണ്ടാവില്ല. ഏ അത് ചില ആൾക്കാർക്കുള്ള മറുപടിയാണെന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ വേൾഡ് കപ്പ് ഇങ്ങനെ ആദ്യ മത്സരത്തിന് വേണ്ടി അർജന്റീന ഒരുങ്ങാണ്. അൾജീരിയക്കെതിരാണ് ആദ്യ മത്സരം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യ മത്സരം സൗദി അറേബ്യക്കെതിരായിരുന്നു. അവിടെ തോൽവിയിൽ നിന്നാണ് അർജന്റീന എല്ലാം വെട്ടിപ്പിടിച്ചത്. എന്താ പറഞ്ഞാല് അൺബീറ്റൻ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ മത്സരങ്ങൾ ജയിച്ച് ബ്രസീലിൽ നിന്ന് കോപ്പ അമേരിക്കയും തൂക്കി, അങ്ങനെ അങ്ങോട്ട് ആ ഒരു അൺബീറ്റൻ ആയിട്ട് കുറെ മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ഇട്ട് പോവാണ്. അപ്പോൾ ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രം മതി ആ ഒരു റെക്കോർഡ് ഇടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് പ്രതീക്ഷിക്കാതെ ആ സുപ്രഭാതത്തിൽ എന്താ പറയാ, ആ പെട്ടെന്ന് സൗദിയോട് 2-1 പരാജയം. അപ്പോ മെസ്സി എന്ന ക്യാപ്റ്റൻ അന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത് ആ ഒരു ഫൈനലിൽ ആ ഒരു വേൾഡ് കപ്പ് ബെസ്റ്റ് ബെസ്റ്റ് എന്താ പറയാ, ഉം ആ ഒരു നിമിഷം ആലോചിക്കുമ്പോൾ ശരിക്കും എന്താ പറയാ, കുളിര് കോരല്ലേ, അങ്ങനത്തെ ഒരു ഇമോഷണലി അത് വന്നുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് വാങ്ങിച്ച ആ ഗോൾഡ് കപ്പിനും കഴുകിയിട്ട് ആ ഒരു ചുമ്മാ വെച്ചിട്ടുള്ള ഒരു സീൻ ഉണ്ടല്ലോ മോനെ, അത് ഇപ്പോഴും കണ്ണെന്ന് മായുന്നില്ല. അപ്പൊ അതേപോലെ വീണ്ടും ഒരു ട്രോഫി എടുക്കാൻ വേണ്ടിയിട്ട് ലയണൽ സ്കലോണിയുടെ എന്താ പറഞ്ഞാല്, സ്കലോണി അവിടെ തന്നെ ഉണ്ട്, സാക്ഷാൽ ലയണൽ മെസ്സിയും അവിടെ തന്നെ ഉണ്ട്. ചെറിയ പ്രായങ്ങളൊക്കെ ഒരു 4 വർഷം കൂടിയതേ ഉള്ളൂ. അതേപോലെ തന്നെ സ്കലോണിയുടെ പട്ടാളം, ലയണൽ മെസ്സിയുടെ ആ ഒരു എന്താ പറയാ, എന്തിനും പോന്ന കുറെ ചെങ്ങായിമാര് കൂടെ ഉണ്ട്. 17 അംഗ ആ 26 അംഗ ടീമിൽ 17 പേരും പഴയ സ്ക്വാഡിലുള്ള ആൾക്കാരാണ്. കുറച്ച് മൂർച്ച കുറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ ടീമിൽ നിന്ന് പുറത്തിട്ടിട്ട് പുതിയ മൂർച്ച കൂടിയ കുറച്ച് ഐറ്റംസിനെ കൂടി ടീമിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ കപ്പും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് സ്കോളോണി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായി. അതിനുശേഷം ഫൈനലിസ്റ്റിനും അടിച്ചു, അതിനുശേഷം വേൾഡ് കപ്പ് അടിച്ചു. ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അടിക്കാൻ എന്താ പണിയുണ്ട്, മെനക്കെട്ട പണിയുണ്ട്. അതും ഒരു പിടി പരുക്കളായിട്ടാണ് ഈ ടീമിനെ കൊണ്ട് സ്കലോണി അമേരിക്കയിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. അപ്പോൾ
ഇതൊക്കെ മാറ്റി നിർത്തിയാലും നമുക്ക് ഒരു പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാൽ ആ ചങ്ങായി അവിടെ ഉണ്ട്. ആ ചങ്ങായിക്ക് വേണ്ടി മരിച്ച് കളിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാര് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറേ ഇന്റർനാഷണൽ ഫുട്ബോളിലെ കുറേ രാജ്യങ്ങളുടെ പ്ലേയേഴ്സ് ഇന്നലെ ഇംഗ്ലണ്ടിന്റെ ആരോ താരങ്ങൾ പറയണ്ടായിരുന്നു. നാഷണൽ ടീമിന് വേണ്ടി ഇത്രയും ഇത് കൊടുത്ത് കളിക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അർജന്റീന മാത്രം. ഒരു കാലത്ത് ഗോൾ കീപ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പൊ ഗോൾ കീപ്പർമാരായിട്ട് ആരൊക്കെയാ? മുസോയും റൂളിയും അതേപോലെ ഡെമി മാർട്ടിനസും എന്തിനും പോകുന്ന മൂന്നെണ്ണമാണ്. അപ്പോ എല്ലാം തികഞ്ഞിപ്പോ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വേൾഡ് കപ്പ് അടിച്ച് ചാമ്പ്യന്മാരായിട്ട് അടുത്ത വേൾഡ് കപ്പിന് വരുമ്പോൾ പണി കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രാൻസ് വേൾഡ് കപ്പ് എടുത്ത ശേഷമാണ് അതൊന്നും ഇല്ലാതായത്. കഴിഞ്ഞ പ്രാവശ്യം, ഇതിന് മുമ്പത്തെ പ്രാവശ്യം 2018 അതിനുശേഷം 22 അവർ ഫൈനലിലെത്തിയാണ്. ഫൈനലിൽ കപ്പടിക്കുന്നതിന്റെ പ്രതീക്ഷയാണ് എല്ലാ ആൾക്കാരും, അർജന്റീന ഫാൻസ് ഒഴികെയുള്ള. അർജന്റീന ഫാൻസിലും ചിലവരൊക്കെ ചിലപ്പോ പണി കിട്ടിയാലോ ഫ്രാൻസ് അമ്മാതിരി മിന്നും ഫോമിനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള ടീമിനെ 74 മിനിറ്റ് വരെ ആ ഡീമറിയ എന്ന് പറയുന്ന ചങ്ങായി ടീമിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവരെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എംബാപ്പയും സംഘവും എന്നുള്ള കാര്യമാണ്. പിന്നെയാണ് അവർ കളിയിലേക്ക് തിരിച്ചു വരുന്നു. 2-2 സമനിലയാവുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് 3-3 ആവുന്നു. പെനാൾട്ടി ഷൂട്ടൗട്ടിൽ എമ്മി മാർട്ടിനസ് എന്ന് പറയുന്ന ഈ ഒരു ഗോൾ കീപ്പർ, നമുക്ക് റൊമേറോ ഉണ്ടായിരുന്നു 2014 ഒരു ധൈര്യമായിരുന്നു. ആദ്യമായിട്ട് ഗോൾ കീപ്പർ വയസ്സിലൊക്കെ എന്താണ് പെനാൾട്ടി തടുക്കാനും അതേപോലെ തന്നെ അർജന്റീനയ്ക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങേര് വന്നപ്പോൾ ധൈര്യം ഒരു കോൺഫിഡന്റും ഒരു അഹങ്കാരമായി മാറിയിരിക്കുകയാണ്. ആ ഒരു സെലിബ്രേഷനും ഗോൾ സേവ് ചെയ്തിട്ടുള്ള എന്താണ് ആ ഒരു ഫൈനലിന്റെ അവസാന മുന്നിൽ ആ ഫ്രാൻസിന്റെ ആ ഒരു കാലുകൊണ്ട് നടക്കുന്ന കിക്ക് ഉണ്ടല്ലോ, അതന്നെ മതി ചങ്ങയുടെ പ്രതിഭ. ഈ വേൾഡ് കപ്പും കൂടി എടുക്കണമെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന അറിയിക്കാം. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന പറഞ്ഞിട്ട് മതി. 2 വേൾഡ് കപ്പ് അടിക്കാന്ന് പറഞ്ഞാൽ അത് എംഎയെ സംബന്ധിച്ചിടത്തോളം അത് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യൂറോപ്യൻ ലീഗ് നേടി കയ്യിൽ ഒരു പരിക്കൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആള് വരുന്നത്. അപ്പോൾ എത്രമാത്രം സ്റ്റാർട്ടിംഗ് ലെവലിൽ നാളത്തെ മത്സരത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. എന്നാലും തൊട്ടടുത്ത് തന്നെ അത്ലറ്റിക്കോ മഡ്രിഡിന് വേണ്ടിയിട്ട് വീണ്ടും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂസോ ഉണ്ട്, റൂളി ഉണ്ട്. പിന്നെ എന്തിനാ മേടിക്കുന്നത്? ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞല്ലോ, കുറച്ച് അഗ്വനെ പോലെയുള്ള കുറച്ച് പേര് മൂർച്ച എന്തോ കുറഞ്ഞു ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് കൊളോണിക്ക്. അങ്ങനെ കൊളോണി എടുത്ത് പുതിയ കുറെ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊളോണിയുടെ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞ കഴിഞ്ഞ നമുക്ക് വേൾഡ് കപ്പിൽ കണ്ടതാണ്. മാക്കലസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒക്കെയാണ്. SLCക്ക് പരിക്ക് വന്നപ്പോ വന്നതാണ്. പിന്നെ വേൾഡ് കപ്പിൽ നെട്ടിച്ചിട്ടാ പോയത്. അപ്പോ വേൾഡ് കപ്പ് തോൽവിക്ക് ശേഷം അസിസ്റ്റന്റ് കോച്ചായിട്ട് ആ കോച്ച് ചാപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ലാനോസ് കൊളോണി എന്ന് പറയുന്ന ചങ്ങായി. ഈ ചങ്ങായി അസിസ്റ്റന്റ് കോച്ചായിട്ടും ഒരു താൽക്കാലിക കോച്ചായിട്ടാണ് അർജന്റീന നാഷണൽ ടീമിലേക്ക് വരുന്നത്. അപ്പൊ ആ ആൾക്കാർക്ക് ആർക്കും ഒരു പിടിയില്ല ഈ ചങ്ങായി ആരാണ് എന്താണ്. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് പണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, അർജന്റീനക്കാരനാണ്, അർജന്റീനയുടെ ഒരു പ്ലെയറാന്നൊക്കെ മനസ്സിലായത്. പിന്നെയും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ മുന്നോട്ട്. പക്ഷെ കോപ്പ അമേരിക്ക അടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ചങ്ങായിയുടെ കയ്യിൽ മരുന്നുണ്ട്. അല്ലാതെ വെറുതെ ആദ്യം ഈ ചങ്ങായി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു കുടുംബമായിട്ട് ആ ഒരു ടീമിനെ ലയണൽ മെസ്സിക്ക് ചുറ്റും ഒരു എന്താ പറയാ ഈ ജ്യേഷ്ഠൻ അനിയൻ സഹോദര ബന്ധങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു കൂട്ടി ഉറപ്പിക്കാൻ ഒരു കുടുംബമായിട്ട് ആ ഒരു ടീമിനെ എന്താ പറഞ്ഞാല് ശരിക്കും ഇത് ഈ അർജന്റീന നാഷണൽ ടീമിൽ കാണുന്നത് ശരിക്കും ക്ലബ്ബ് തരത്തിലുള്ള അപ്പോ ലിവർപൂളോ ബാഴ്സലോണ അങ്ങനെ അവരാണ് ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടൈം ഒരു ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്നത്. രാജ്യാന്തര നാഷണൽ ടീമിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. ഒരു ചിലപ്പോ ഇവര് ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 10-20 ദിവസം ഒരു ക്യാമ്പിൽ ഉണ്ടാവും മൊത്തമായിട്ട് കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ക്ലബ്ബ് തലത്തിൽ അങ്ങനെയല്ല. ഒരു ക്ലബ്ബിന് വേണ്ടി കളിക്കുമ്പോൾ അവര് വർഷത്തില് 10-11 മാസവും ആ ഒരു ക്ലബിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് റൂം ഷെയർ ചെയ്യുന്നു, ഒരുമിച്ച് ടൂറുകൾ പോകുന്നു. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ടീമാണ് അർജന്റീന നാഷണൽ ടീം ഇപ്പോഴത്തെ. ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആയി നിൽക്കുന്നത് അർജന്റീന. എന്താ പറഞ്ഞാൽ 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസമ, ഒരു വേൾഡ് കപ്പ്. പിന്നെ ചരിത്രം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ RCB, അതേപോലെ തന്നെ PSG ഒക്കെ ബാക്ക് ടു ബാക്ക് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്ക് ടു ബാക്ക് വീണ്ടും ഒരു കപ്പ് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മെസ്സി ഇതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഈ കോപ്പ അമേരിക്ക 3 ഫൈനലുകൾ തോറ്റു പുറത്തായി. 100ാമത്തെ കോപ്പ അമേരിക്കയിൽ ആ ഗോൾഡൻ കപ്പൊക്കെ ചിരിക്ക് മുന്നിൽ അടിയുറവ് വെച്ചപ്പോ ആ ഒരു എന്താ പറയാ കണ്ണീരോടെ വിട പറയുമ്പോഴൊക്കെ ആ ഒരു ക്യാപ്റ്റന്റെ എലമെന്റ് ഈ ചങ്ങായിക്ക് എന്ത് ക്യാപ്റ്റൻസിയാ ഉള്ളത്. മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റാതെ പെനാൾട്ടി പുറത്തടിച്ച് കളിയുക, റിട്ടയർഡ് ചെയ്യുക, പിന്നെയും ടീമിലേക്ക് വരിക, എന്ത് പരിപാടി. ഇതൊക്കെ ഒരു ക്യാപ്റ്റനെ പറ്റിയാണ്. പക്ഷെ എന്താണ് ഒരു ക്യാപ്റ്റൻ എന്നുള്ളത്
ആ 14 തല താത്തിയിട്ട് പോയിട്ട് പിന്നെ തല താത്തിയിട്ടില്ല ചങ്ങായി. 2022 ആ തല ഉയർത്തിയിട്ടാണ് എമ്മാതിരി അഗ്രഷനാണ്, എമ്മാതിരി അഗ്രഷനാണ് ഈ ചങ്ങായിയുടെ ആ ഒരു വേൾഡ് കപ്പ് മൊത്തം നോക്കി കണ്ടത്. ആ ഒരു നെതർലാൻഡിന്റെ ആ കോച്ചിന് മുമ്പത്ത് പോയിട്ടുള്ള ആ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഉഫ് എന്റെ പൊന്നോ, എന്താ പറയാ, നായകനായതൊക്കെ മതി, നായകനായിട്ട് കപ്പടിക്കാൻ പറ്റില്ല, ഇനി വില്ലനായിട്ട് കപ്പടിക്കാന്ന് പറഞ്ഞിട്ട് വില്ലന്റെ വേഷം എടുത്ത് കെട്ടിയതാ ആ ഫൈനലില്. 3 ഗോള് വീണ് കിടക്കുമ്പോ, മുമ്പ് അതിനു മുമ്പുള്ള വേൾഡ് കപ്പിലൊക്കെ മെസ്സി എന്ന് പറഞ്ഞാൽ മെസ്സി തലത്തിങ് നടക്കുക, പക്ഷെ തല ഉയർത്തിയിട്ട് വാമപ്പ് ചെയ്യുക, പ്ലേയേഴ്സിനെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെന്താ, അപ്പൊ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ആ കപ്പും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് 2022 സൗദി അറേബ്യ ഫസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ട് പിന്നെ അങ്ങോട്ട് എന്താണ് മെക്സിക്കോ ആയിട്ടും അൾജീരിയ ആയിട്ടും സോറി മെക്സിക്കോ ആയിട്ടും ഓസ്ട്രേലിയ ആയിട്ടും പോളണ്ട് ആയിട്ടും പിന്നെ നെതർലാൻഡായിട്ട് സെമിയിലും ഒന്നും പറയണ്ട. അങ്ങനെ കാത്തിരുന്നിട്ട് കിട്ടിയ കനക കിരീടം. നമ്മളൊക്കെ ഇപ്പോ അഭിമാനത്തോടെ, ഞാനൊക്കെ നമ്മളൊക്കെ ജനിച്ച ശേഷം ഒരു വേൾഡ് കപ്പ് ഒന്ന് അർജന്റീനയുടെ കൂടെ കൂടി കുറെ കളികളെ കണ്ടു. അവരുടെ ഈ കുറുകിയ പാസുകളും അവരുടെ എന്താ പറയാ ഓരോ പ്ലേയേഴ്സിനെയൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കൂടി. പിന്നെ സാക്ഷാൽ ലയണൽ മെസ്സിയും കൂടി ആ ടീമിലേക്ക് വന്നപ്പോൾ പിന്നെ ആ ഒരു ടീമിനോടുള്ള ആ ഒരു മുഹബത്ത് പിന്നെയും കൂടി കൂടി എവിടെയോ കൊണ്ടെത്തി. അപ്പോഴും പഴിവാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ ടീമിന് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഈ ഇടനെഞ്ചിൽ ഇങ്ങനെ ഏറ്റിട്ടാണ് അർജന്റീന ഫാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വേൾഡ് കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു ടീമും അർജന്റീന ആയിരിക്കും. ഏറ്റവും ഫ്രീ ആയിട്ട് കളി കാണുന്ന ഒരു ഫാൻസും അർജന്റീന ആയിരിക്കും. അർജന്റീന ഫാൻസ് ആയിരിക്കും, അത് യാതൊരു സംശയമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് നേടി, മെസ്സിക്ക് വേണ്ട എല്ലാ സാധനങ്ങളായി. മെസ്സിക്ക് ഇന്റർനാഷണൽ കരിയറിൽ നോക്കുമ്പോൾ ക്ലബിന് വേണ്ടിയിട്ട് എല്ലാം നേടിയിട്ടുണ്ട്. ബാലൻഡിയറും ഗോൾഡൻ ബൂട്ടും അതേപോലെ ബെസ്റ്റ് പ്ലെയറും എല്ലാം, ഇനി വേണ്ടാത്തൊന്നുമില്ല, ട്രോഫികൾ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ എല്ലാ അറ്റവും നേടിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും തകർക്കാൻ പറ്റാത്ത റെക്കോർഡ് ബാലൻഡിയർ 8 നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു നീലയും വെള്ളയും കുപ്പായത്തിൽ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി ഇല്ല എന്നുള്ള പഴികേട്ടു. 900 സംതിങ് ഗോളുകൾ, 117 രാജ്യത്തിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി ഇല്ല എന്നുള്ള ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോപ്പ അമേരിക്ക അടിക്കുന്നത്. ആ ഒരു കോപ്പ അമേരിക്കയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ആ ബ്രസീലിൽ വെച്ച്, അത് കൊറോണ ടൈമിലായിരുന്നു. അർജന്റീനയിൽ നിന്നുള്ള മത്സരം ബ്രസീലിലേക്ക് മാറ്റി വയ്ക്കുന്നു. ബ്രസീലിൽ ആളൊഴിഞ്ഞ സ്റ്റേഡിയത്തിൽ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അവിടെ വെച്ചിട്ട് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ട് ആ ഒരു കോപ്പ അമേരിക്ക നേടുന്നു. അവിടെ നിന്നാണ് തുടക്കമല്ല. ആ ഒരു കോപ്പ അമേരിക്ക അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് വരെ കയ്യിലില്ലായിരിക്കും. എന്താ പറഞ്ഞാൽ ആ ഒരു കോൺഫിഡന്റ് ആണ്. രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി, ഇന്റർനാഷണൽ ട്രോഫി നേടി. ഇനി അടുത്തത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ റിലാക്സ് ആയി. ഇനി ഫുൾ റിലാക്സ് ആയിട്ടാണ് വരുന്നത്. പുതിയൊരു മെസ്സി ആയിരിക്കും എന്തായാലും ഈ വേൾഡ് കപ്പിൽ കാണാൻ പോകുന്നത്, ഒരു സംശയമില്ല. അതേപോലെ തന്നെ മെസ്സിക്ക് കൂടെയുള്ള പട്ടാളത്തിന് ഒരു പുതിയ പട്ടാളമായിട്ട് തന്നെ കാണാൻ പറ്റും. എന്താ പറയുക, ടാക്ടിക്സിൽ പുതിയ എന്താണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പുതിയ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് സ്കലോണി പറയുമ്പോഴും കൊളോണിയുടെ ആവുന്ന അഴിയിൽ ഒളിപ്പിച്ച് വെച്ച എന്തെങ്കിലും ഉണ്ടാവും ഈ വേൾഡ് കപ്പിൽ. അപ്പൊ അത് പുറത്തെടുത്തിട്ടായിരിക്കും ഈ വേൾഡ് കപ്പിന് ലയണൽ പിള്ളേരും വരിക എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അൾജീരിയ ഇപ്പൊ തന്നെ വീരവാദങ്ങളും വെല്ലുവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മെസ്സിയുടെ പിള്ളേരുടെ മുന്നിൽ ഒന്നും നടക്കൂല ഈ വേൾഡ് കപ്പിൽ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവര് സൗദി അറേബ്യക്ക് മുന്നിൽ തോൽക്കുന്നത് നല്ല കാലം, അതൊരു പാഠമാണ്. മുന്നോട്ടുള്ള ഒരുപാട് വേൾഡ് കപ്പിലേക്കും മുന്നോട്ടുള്ള ഒരുപാട് കളികളിലേക്കുമുള്ള ഒരു വെച്ചടി കയറ്റത്തിന്റെ ഒരു പാഠമാണ്. അപ്പൊ എന്തായാലും ഈ വേൾഡ് കപ്പിൽ 2026 മെസ്സിക്ക് വേണ്ടി 2ാമത്തെ കപ്പും നേടിയിട്ടേ അർജന്റീനയും അതേപോലെ തന്നെ ലയണൽ സ്കലോണിയും ഈ അമേരിക്കൻ മണ്ണിൽ നിന്ന് എന്താ പറയുള്ളൂ, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഞാനും ഒരു അർജന്റീന ഫാൻ ആയതുകൊണ്ട് തന്നെയാണ്. പരുക്കുകളൊക്കെ മാറിയിട്ട് ഇനി ആരൊക്കെയാണ് നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവലിനുള്ളത്, എന്താണ് പരുക്കുകൾ, ഏതോ ഒരു പിടിയില്ല. അപ്പോൾ നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവൻ തന്നെ ഒരു അത്ഭുതമായിരിക്കും, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെ ആയിരിക്കും, അത് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും കളിക്ക് വേണ്ടി കാത്തിരിക്കുക. അതിരാവിലെ പുലർച്ചെയാണ് മത്സരം എന്നുള്ള കാര്യമാണ്. നാളെ പുലർച്ചയ്ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മത്സരത്തിനായി കാത്തിരിക്കാം. അപ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങൾ, കുറച്ച് മത്സരങ്ങളായിട്ടുള്ള അപ്പം തന്നെ അട്ടിമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ജപ്പാന് നെതർലാൻഡ് 2-2 സമനിലയിൽ തളച്ചു. കോപ്പ വേർഡെ എന്ന് പറയുന്ന ആ കുഞ്ഞൻ രാജ്യം സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ശക്തരായ ബെൽജിയത്തെ ഈജിപ്ത് 1-1 സമനിലയിൽ തളച്ചു. അതും അവസാന 64 മിനിറ്റിൽ ലുക്കാക്കുവിന്റെ ഒരു ഗോളിലൂടെയാണ്. ഒരു ഗോളല്ല, ഗോൾ അറ്റംപ്റ്റ്, അത് ഓൺ ഗോളാണ്. ഈജിപ്ത് തന്നെ 2 ടീമിന് വേണ്ടി ഗോൾ അടിച്ചിരിക്കുന്നത് ആലോചിക്കണം. അങ്ങനെ മിന്നും അട്ടിമറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേൾഡ് കപ്പിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. അപ്പം എന്തായാലും ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അർജന്റീന ഫാൻസ് ആയ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.